കുണ്ടലിനിയാകുന്ന വാസുകിയെ കയറാക്കിക്കൊണ്ട് ഹൃദയപത്മത്തിൽ മന്ദരപർവ്വതത്തെ നിർത്തിക്കൊണ്ട് ഒരു സൈഡിൽ നന്മയും മറ്റൊരു സൈഡിൽ തിന്മയും കൂടി ചേർന്നുകൊണ്ട് കടയുകയാണ്. നമ്മുടെ ഉള്ളിലും അങ്ങനെ തന്നെയല്ലേ? ഏതൊരു വിഷയം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്തും അത് വേണോ ഇത് വേണോ എന്നുള്ള ചിന്തകൾ ഉണ്ടാവും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ കടയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പല നല്ല കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ കാളകൂട വിഷവും പുറത്തേക്ക് വരും. പലപ്പോഴും ആ കാളകൂട വിഷം നമ്മൾ ഭുജിക്കുന്നത് കൊണ്ടല്ലേ വാസ്തവത്തിൽ ശിവനായ നമ്മൾ അതറിയാതെ ജീവിച്ചു പോകുന്നത്. നമ്മുടെ ശിവത്വത്തെ അറിയാൻ, നമ്മുടെ അസ്തിത്വത്തെ അറിയാൻ നമ്മളുള്ളിലെ ദേവാംശം കാത്തിരിക്കും. ആ കാത്തിരിക്കുന്ന ദേവാംശത്തിനായിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ സ്വയം ഈശ്വരനിലേക്ക് ലയിക്കാൻ ശ്രമിക്കുമ്പോൾ, ഈശ്വരനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വിഷം കാരണം നിദ്രയിലാണ്ടുപോയിരിക്കുന്ന ഈ അല്പമായ ലിമിറ്റേഷനിൽ നിന്നും അനൽപനാണ് ഞാൻ, പരമമായ ബോധമാണ് ഞാൻ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെത്തും. അതെത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗവും കൂടിയാണ് മഹർഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ശാന്തിയും സമാധാനവും സന്തോഷവുമുള്ള ഒരവസ്ഥയിലേക്കെത്താൻ ശ്രീപരമേശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.